മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരി വഴിയിൽ വെച്ച് പ്രകാശൻ്റെ അമ്മയെ കാണുകയാണ്. അപ്പോൾ ഹരി പറയാണ്, നിങ്ങളൊന്നും അറിഞ്ഞില്ലേ പ്രകാശൻ്റെ കാര്യങ്ങൾ? പ്രകാശൻ ഇന്നലെ കല്യാണിയുടെ വീട്ടിൽ കയറി കാറിൻ്റെ ബ്രേക്ക് അഴിച്ചിട്ടൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ? അവനെ പോലീസുകാർ കൊണ്ടുപോയി എന്നൊക്കെ പറയാണ് ഹരി. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഒരു കാല് തല്ലി ഓടിച്ചോ, ഇനി മറ്റേ കാലും കൂടി തല്ലി ഓടിക്കണം. അവൻ അങ്ങനത്തെ ഇതാണ് ചെയ്തത്. കല്യാണി മോളെയും കിരണിനെയും കൊല്ലാനുള്ള എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട് അവൻ. ശേഷം സരയുവാണെങ്കിൽ മനോഹർ വാങ്ങിക്കൊടുത്ത മാലയും ഇട്ട് ശാരിയുടെ മുന്നിൽ വരികയാണ്. എന്നിട്ട് ശാരിക്ക് കാണിച്ചു കൊടുക്കുകയാണ് മാല. അപ്പോൾ ശാരി ചോദിക്കുന്നുണ്ട് മാല നോക്കിയിട്ട്, ഇത് സ്വർണം തന്നെയാണോ മോളെയെന്ന്. അപ്പോൾ സരയു പറയാണ് തങ്കം എന്ന്. അപ്പോൾ ചെമ്പ് എന്ന് പറയാണ്. അപ്പോൾ ശാരിക്ക് സംശയമുണ്ട്, ഇത് ഇനി സ്വർണം വേണോ എന്തോ എന്നൊക്കെ. അപ്പോൾ സരയു പറയാണ്, ഞാൻ മാഗസീനിൽ കാണിച്ചു കൊടുത്ത അതേ മാല തന്നെയാണ് എനിക്ക് മനോഹർ മേടിച്ച് കൊണ്ടുവന്ന് തന്നത്. അതേ മാല തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ സരയു സന്തോഷത്തിൽ പറയാണ്. അപ്പോൾ ശാരി പറയാണ്, മോളുടെ സ്വർണം പണവും ഒക്കെ അവൻ്റെ ബാങ്കിൽ ഇരിക്കല്ലേ, അപ്പോൾ അവന് വാങ്ങിക്കാലോ എന്നൊക്കെ ശാരി സരയിനോട് പറയാണ്. എന്നിട്ട് ശാരി പറയാണ്, മോളെ അവൻ എന്ത് വാങ്ങി തന്നാലും നീ വിശ്വസിക്കരുത് എന്ന്. അപ്പോൾ സരയു പറയാണ്, ഇനി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വെളിയിൽ പോകുമെന്ന് സരയു ദേഷ്യത്തോടെ പറയാണ് ശാരിയോട്. എന്നിട്ട് സരയു പറയാണ്, നിങ്ങൾ മനുവേട്ടന് ദേഷ്യം പിടിപ്പിക്കുന്ന മാതിരി ഒന്നും സംസാരിക്കരുത്. ഞങ്ങൾ അങ്ങ് വെളിയിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് നിങ്ങളെ കൊണ്ടുപോകാമെന്നൊക്കെ ഉള്ള ഉദ്ദേശത്തിലാണെന്ന് സരയു പറയാണ്. അപ്പോൾ ശാരി പറയുന്നുണ്ട്, മോളെ നീ അധികമൊന്നും ആഗ്രഹിക്കുന്നൊന്നും കിട്ടുന്നു കരുതും വേണ്ട എന്ന് പറയാണ്. പിന്നീട് പ്രകാശനാണെങ്കിൽ പറയുന്നുണ്ട്, കാറിൻ്റെ ബ്രേക്ക് ഞാനല്ല അഴിച്ചു വെച്ചത്, ഞാൻ ഇത് ചെയ്തിട്ടില്ല, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് കിരണിനെയും കല്യാണിനോടും പ്രത്യേകിച്ച് കുറേ പറയുന്നുണ്ട്. ഇവരോട് തമ്മിൽ സംസാരിക്കുകയാണ് പ്രകാശൻ. എന്നിട്ട് കല്യാണിയാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് കിരണിനോട് പറയാണ്, ഇനി നമുക്കൊന്ന് CCTV ഒന്ന് പരിശോധിച്ചാലോ, ഇത് എങ്ങനെയാണ് ഇത് കളഞ്ഞത് എന്ന് നമുക്ക് നോക്കാലോ, ഇതിൻ്റെ സത്യാവസ്ഥ ഒന്ന് മനസ്സിലാക്കാമെന്ന് പറയാണ്. അപ്പോൾ കിരണും പറയുന്നുണ്ട്, എന്നാൽ നമുക്കൊരു തെളിവായല്ലോ, ഇനി കോടതിയിൽ ഇത് അവിടെ ഒന്ന് കൊടുക്കും ചെയ്യാലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ കിരൺ എന്നിട്ട് എടുത്ത് നോക്കുകയാണ്, ഇതിന് തെളിവ് CCTV നോക്കുകയാണ്. ഒടുവിൽ CCTV ദൃശ്യങ്ങൾ നോക്കിയിട്ട് 2 ഗുണ്ടകളെ കാണുകയാണ്. അപ്പോൾ പ്രകാശനാണെങ്കിൽ കിടന്നുറങ്ങുകയും ആണ്. എന്നാലും ഇവർ പറയുന്നുണ്ട്, പ്രകാശൻ പറഞ്ഞതനുസരിച്ച് അവർ വന്ന് ചെയ്തതാവും എന്നൊക്കെ സംശയങ്ങൾ പറയാണ്. അപ്പോഴും കല്യാണിക്ക് കുറച്ച് സംശയമുണ്ട്, പ്രകാശനെല്ലാം ചെയ്തിട്ടുണ്ടാവുക വേറെ ആരെങ്കിലും ആവും ഇതിൻ്റെ പിന്നിൽ എന്ന് പറയാണ്. അപ്പോൾ കിരൺ ഈ ഗുണ്ടകളെ കുറിച്ച് ഒന്ന് അന്വേഷിക്കട്ടെ, പോലീസിനെ കണ്ടൊന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ സംസാരിക്കുകയാണ്. പിന്നീട് കിരൺ പോലീസിനെ കണ്ട് സംസാരിക്കുകയാണ് സ്റ്റേഷനിൽ വെച്ച്. അപ്പോൾ സംസാരത്തിൽ അപ്പോഴും സംശയമുണ്ട്, പ്രകാശനാണോ ചെയ്തത്, ആള് അങ്ങനെ ചെയ്യാതിരിക്കുമോ, അതും ഒന്നും വിശ്വസിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ പിന്നെ കിരൺ പ്രകാശനെ പോയി കാണുകയാണ്. അപ്പോൾ ഒടുവിൽ പ്രകാശിൻ്റെ സംസാരം കേട്ടിട്ട് കിരണിന് മനസ്സിലാവുകയാണ് ഇതിൻ്റെ പിന്നിൽ വേറെ ആരോ ആണ് എന്ന്. അപ്പോൾ ഇതിൻ്റെ പിന്നിലാണ് ഇപ്പോൾ കിരൺ. ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.